കർണാടകയിലേക്കാണ് പോകുന്നത്. ന്യൂനപക്ഷ പ്രീണന നിലപാട് തുടർന്ന് കർണാടക സർക്കാർ 800 കോടി രൂപയുടെ ന്യൂനപക്ഷ വായ്പ എഴുതിത്തള്ളാൻ പദ്ധതി ഇടുകയാണ് കർണാടക സർക്കാർ. കർണാടക മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി നൽകിയ വായ്പകളുടെ തിരിച്ചടവ് ഒഴിവാക്കാനാണ് ശ്രമം നടക്കുന്നത്. വായ്പ എഴുതിത്തള്ളുന്നത് സംസ്ഥാനത്തെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന ധനവകുപ്പ് നിലപാട് പോലും മറികടന്നാണ് സർക്കാരിന്റെ ഈ നീക്കം. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. നന്ദഗോപൻ, ഒരുപക്ഷെ കഴുത്തറ്റം കടത്തിൽ മുങ്ങാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ന്യൂനപക്ഷ പ്രീണനം തങ്ങളുടെ അജണ്ടയായി സ്വീകരിക്കുകയാണ് കർണാടക സർക്കാർ. ഇത് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ആണോ ഇത്തരത്തിലൊരു കഴുത്തറ്റം മുങ്ങാൻ പോകുന്നത് കടത്തിലേക്ക്? അശ്വതി, BJPയും അതേ വിമർശനം തന്നെയാണ് ഉയർത്തുന്നത്. അതായത് കറതീർന്ന ന്യൂനപക്ഷ പ്രീണനമാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത് ആദ്യമായി അല്ല ഇത്തരം ന്യൂനപക്ഷ പ്രീണനം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. മറ്റ് വിഭാഗങ്ങളെ അപേക്ഷിച്ച് വലിയ കൂടുതൽ പദ്ധതികൾ, അതേപോലെ തന്നെ നേരത്തെ ഇപ്പോൾ ലോണുകൾ പോലെയുള്ളവയൊക്കെ തന്നെ സർക്കാർ കൂടുതലായി ഈ വിഭാഗത്തിന് നൽകുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അതിനിടയിലാണ് 800 കോടി രൂപ കർണാടക മൈനോറിറ്റി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വായ്പയായി നൽകിയ 800 കോടി രൂപ എഴുതിത്തള്ളാൻ വേണ്ടി കർണാടക സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് കൃത്യമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷ ബോർഡിൻ്റെ കടങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും എഴുതിത്തള്ളിയാൽ അത് മറ്റ് ബോർഡുകളും സമാനമായ രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരും. മറ്റ് ബോർഡുകൾക്കും ഇതേ ആവശ്യം പരിഗണിച്ച് കടം എഴുതിത്തള്ളേണ്ടി വരും. സ്വാഭാവികമായും ഈ ബോർഡിൽ അല്ലെങ്കിൽ അത്തരം ബോർഡുകളിൽ നിന്നും വായ്പ എടുത്തവർ കോടതിയടക്കം സമീപിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് ഭാവിയിൽ സർക്കാരിന് വലിയ തലവേദനയാണ്, ഖജനാവിന് വലിയ നഷ്ടമാണ്, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ളതാണ് പ്രധാനമായും ധനവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ധനവകുപ്പിൻ്റെ അത്തരം തീരുമാനങ്ങളെ അല്ലെങ്കിൽ അത്തരം നിരീക്ഷണങ്ങളെ മറികടന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ നിലപാടെടുക്കുവാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുന്നത്. 800 കോടി രൂപ പലിശ സഹിതം എഴുതിത്തള്ളുവാൻ വേണ്ടിയുള്ള നീക്കത്തിലാണ്. വിവിധ പദ്ധതികളായിട്ടാണ് ഈ വായ്പകൾ നൽകിയിരിക്കുന്നത്. അറിവ്, അതേപോലെ തന്നെ ശ്രംശക്തി, ചെറുകിട ബിസിനസ് ലോണുകൾക്കൊക്കെ ആയിട്ടാണ് ഈ ലോൺ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഭൂമി വാങ്ങാൻ വേണ്ടി പ്രത്യേക ലോൺ അനുവദിച്ചിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഈ സർക്കാർ വകുപ്പുകളുടെ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിൻ്റെ ഒക്കെ തന്നെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഇത്തരം പല പദ്ധതികളും തയ്യാറാക്കിയിരുന്നത് എന്നുള്ളതും മുൻപ് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഏതായാലും ഇപ്പോൾ BJP ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂനപക്ഷ വോട്ട് ബാങ്ക് പ്രീണനം എന്നുള്ളത് തന്നെയാണ്. അതായത് പ്രീണനത്തിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് സർക്കാർ ഇത്തരത്തിൽ മുസ്ലിം വിഭാഗങ്ങളുടെ ലോണുകൾ മാത്രം എഴുതിത്തള്ളുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഇവിടെ BJP ചൂണ്ടിക്കാണിക്കുന്നത്. അശ്വതി. ശരി നന്ദൻ, വിവരങ്ങൾ വളരെ വ്യക്തമാണ്. ന്യൂനപക്ഷ പ്രീണന നിലപാട് തുടരുകയാണ് കർണാടക സർക്കാർ. പല രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടും ഒരടി പിന്നോട്ട് പോകാൻ കർണാടക സർക്കാർ തയ്യാറാകുന്നത്. 800 കോടി രൂപയുടെ ന്യൂനപക്ഷ വായ്പയാണ് ഇപ്പോൾ കർണാടക സർക്കാർ എഴുതിത്തള്ളാൻ ഒരുങ്ങുന്നത്. നന്ദനാണ് വിവരങ്ങൾ നൽകിയത്.